ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളത് വെച്ചിട്ടാണ് ഈ ഒരു റോൾസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം 3 സൈസിലുള്ള റോൾസ് വേണം. ഏറ്റവും നീളം കൂടിയ ഈ ഒരു റോള് നമുക്ക് ഒരേ ഒരെണ്ണം മതി. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ ചെറിയ റോൾസ് നമുക്കൊരു 12ഉം 15ഉം പീസസാണ് വേണ്ടത്. പിന്നെ നമുക്ക് ക്രാഫ്റ്റ് പേപ്പർ, പശ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സിസേഴ്സ് കട്ട് ചെയ്യാനായിട്ടുള്ള സിസേഴ്സ്, ചെറിയ നൂൽക്കമ്പി, ബ്രഷ്, ഇതുപോലെയുള്ളൊരു നൂലുകൾ ഡെക്കറേഷന് വേണ്ടി, അത് ഓപ്ഷണലാണ്. പിന്നെ ഒരു ചെറിയൊരു പാത്രം വേണം, ബൗള് പോലത്തെ. പിന്നെ ഫാബ്രിക് പെയിൻറ്റ്സ് വേണം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റോൾസ് എല്ലാം ചെയ്തു. ഇപ്പം ഞാനൊരു 10 to 12 പീസസാണ് എല്ലാത്തിൻ്റെയും വെച്ചെടുത്തിരിക്കുന്നത്. ചെറുത് ഒരു 15 പീസസും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെൻറ്റർ പോർഷനിലെ ആ ഒരു സ്റ്റെമ്മ് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. അത് മാത്രം നമുക്ക് ഫസ്റ്റ് കളർ ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ മേലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റോൾസ് എല്ലാം ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നമുക്കതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് നോക്കാം. ലക്കി ബാമ്പു ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫുള്ള് ചുറ്റിനും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇതിപ്പോൾ ഞാൻ ഉണങ്ങിയെടുത്ത ഒരു ഇതാണ്. അപ്പം ഞാനിനി സെക്കൻഡ് ലെയറും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഫെവിക്കോൾ പെരട്ടിയിട്ട് നമുക്കതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ റോൾസും നന്നായിട്ട് അറേഞ്ച് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം നമ്മുടെ റോൾസ് എല്ലാം അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നൂൽക്കമ്പ് വെച്ചിട്ട് ചുറ്റും കെട്ടിക്കൊടുക്കാം. അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും, അത് പെട്ടെന്ന് പോവുകയില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗം ലെവലല്ല. അപ്പം നമുക്കൊരു ചെറിയൊരു ഹാക്സോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന ടൂൾ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഞാൻ ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ കളർ പെയിൻറ്റ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഗ്യാപ്സും ചെറിയ സ്ലിറ്റ്സും ഒക്കെ നമ്മൾ കവറപ്പ് ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ഗ്യാപ്പ് ഫുള്ള് കാണാൻ പാടില്ല. അതുപോലെ തന്നെ ഈ റോൾസിൻ്റെ മേളത്തെ ഭാഗത്ത് നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ കളർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് നീളത്തിൽ വേണം, കുറച്ച് വീതി കുറഞ്ഞ പേപ്പർ മതി. ഇനി നമുക്ക് ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിലോട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലോങ് ആയിട്ടുള്ള ലീവ്സാണ് നമ്മൾ ബാംബൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മളെ ബാംബൂവിൻ്റെ ആ ഒരു ബണ്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പാറ്റേൺസ് പോലെ ഇതിൽ വരച്ച് കൊടുക്കണം, നമ്മുടെ ബാംബൂസിൻ്റെ പോലെ. അതിനുവേണ്ടി ഞാനിപ്പം യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് നമ്മുടെ ബാംബൂവിൻ്റെ സ്റ്റെമ്മിൽ ചെറിയൊരു പാറ്റേൺസ് പോലെ ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലീവ്സ് അതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ആ ഒരു ലീഫിൻ്റെ സൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്കതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലീവ്സ് ഏകദേശം എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ ബാംബൂവിനെ ഇറക്കി വെക്കാം. അപ്പോൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാംബു ഇതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബാംബുവിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഒരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.